ഓണത്തിന് മുന്നേ ഒന്ന് വൃത്തിയാകാൻ വേണ്ടി ത്രെഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടേ. ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ അങ്ങ് വൃത്തിയാകില്ലേ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലോട്ട്, ഞങ്ങളുടെ ആ പ്രദേശത്തൊക്കെ ഈ ഓണം വരുമ്പോൾ 7 കൂട്ടം എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കള്ളല്ലട്ടോ, സത്യം. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, കളിവടക്ക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മുന്തിരിക്കൊത്ത്, ഉണ്ട, ശർക്കര വരട്ടി, ഉപ്പേരി. ഇതിൽ കൂടുതലും ഉണ്ടാക്കുന്നവരുണ്ടേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നു എന്നല്ല, പക്ഷേ പുതിയൊരു എണ്ണ പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹെൽത്തി. എണ്ണ എന്തായാലും അൺഹെൽത്തി ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് എണ്ണ മുന്നിൽ. അവൽ മിക്സറാ, അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറച്ച് കറിവേപ്പില നമ്മുടെ മുറ്റത്തുനിന്ന് ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ള അവല എടുക്കുന്നത്, അവൽ മിക്സറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വെള്ള അവൽ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ, നമ്മുടെ പോപ്കോൺ പോലെ പൊള്ളി വരും. വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറേ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. ഞാൻ അതിലേക്ക് തട്ടിയിട്ടിട്ട് ഇത് ഈ രീതിയിൽ കണ്ടോ, പോപ്കോൺ പോലെ പെട്ടെന്ന് വരും. എണ്ണ അങ്ങനെ പിടിക്കത്തൊന്നുമില്ല. നമ്മൾ ഒഴിക്കുന്ന എണ്ണ ലാസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ മെല്ലെ മെല്ലെ കോരി വീണ്ടും ഞാൻ ആ ഇരുമ്പിൻ്റെ ഒരു എന്താ പറയുക സീവ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ ഒരു പിടിയല്ല, കുറച്ചധികം ഉണ്ട്. ഒരു പിടി കൂടുതൽ നമ്മൾ ആ അവലെടുത്തെങ്കിലും വറുത്ത് വന്നപ്പോൾ കുറച്ചും കൂടെ പൊലിമ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ഇട്ടു. ഇനി അടുത്തത് നമ്മൾ പച്ചക്കപ്പലണ്ടി ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ വാങ്ങിച്ചു വെച്ചത് കാണിച്ചല്ലോ. അപ്പോൾ അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമുള്ള എണ്ണ എടുത്തോളൂ. അപ്പോൾ ഞാൻ കപ്പലണ്ടിയും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരും. ഒരുപാടിട്ട് കരിയിച്ചു കളയരുത് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഇത് കപ്പലണ്ടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൊരിയും, നമ്മുടെ പരിപ്പുവടയൊക്കെ പോലെ ഇച്ചിരി കൂടി ഇരുന്നൊന്നും മൊരിയും. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാനങ്ങ് മാറ്റിയെടുക്കുക. കപ്പലണ്ടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടലപ്പരിപ്പാണ്. അപ്പോൾ കപ്പലണ്ടി നമ്മുടെ അവലിലേക്ക് ചേർത്തിട്ട് ചനാദാൽ, നമ്മുടെ കടലപ്പരിപ്പെന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്, അത് കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ട് കപ്പലണ്ടി പോലെ തന്നെ മൊരിയിച്ച് ഇങ്ങനെ എടുക്കാം. നമുക്ക് നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇങ്ങനെ എടുക്കാം. കിടുകിടുന്നുള്ള ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതും. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അവൽ മിക്സ്ചറിൻ്റെ മെയിൻ കൂട്ടുകൾ ഇതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടിയും. ഇത് നന്നായിട്ടൊന്ന് നമുക്കിത് ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് പാറ്റിയെടുത്തിട്ട് കുറേ കറിവേപ്പില, നമ്മുടെ ഫ്രഷ് കറിവേപ്പില, അത് ഞാൻ കഴുകിയിട്ട് ഒന്ന് ഉണക്കി ഇട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് വെള്ളമൊക്കെ ആവും. ഒന്ന് ഉണങ്ങി ടവൽ വെച്ചൊന്ന് തുടച്ചിട്ട് നന്നായിട്ടൊന്ന് ഫാൻ്റെ അടി വെച്ചൊന്ന് ഉണക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിടി വെളുത്തുള്ളി ജസ്റ്റ് തൊലിയോടുകൂടി തന്നെ ചതച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതും ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ മിക്സർ ഇത് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവാണെന്നേ ഉള്ളൂ, അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. കടലമാവിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹെൽത്തിയാണ് അവലെന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിള്ളേർ ഈ ലേസ് എന്നൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് അവൽ കൊണ്ട് നമുക്ക് മിക്സ്ചർ വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കും കുറച്ച് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം, വെറുതെ എന്തെങ്കിലും സ്നാക്ക് വേണമെങ്കിലൊക്കെ കഴിക്കാം. നന്നായിട്ട് ഒന്ന് പാറ്റിയ പോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ തവിയോ കയ്യിലോ നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി അവൽ മിക്സറാണ്. സത്യമായിട്ടും അടിപൊളി തന്നെയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ട്രൈ ചെയ്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത്രയ്ക്ക് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. എണ്ണപ്പലഹാരമാണ്, അത് ഒഴിച്ച് നിർത്തിയാൽ വേറെ ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടില്ല. വെറും കായപ്പൊടി, ഉപ്പും നമ്മുടെ മുളക് പൊടിയും, കരിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, കപ്പലണ്ടി, കടലപ്പരിപ്പ്, അവൽ, പിന്നെ വെളിച്ചെണ്ണ. അങ്ങനെ നമ്മുടെ അവൽ മിക്സ്ചർ നന്നായിട്ടൊന്ന് ആറണം. ഫാൻ്റെ കീഴിൽ വെച്ച് ആറ്റിയെടുത്താലേ അത് ശരിക്കും തണുത്തു പോകും. അതല്ലാതെ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് അതൊന്ന് ആറിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം, പ്ലാസ്റ്റിക്. ബാക്കി ഞാൻ കുറച്ച് കപ്പലണ്ടി കണ്ടോ ഇതുപോലൊന്ന് മുരിച്ച് കുറച്ച് കായപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സെപ്പറേറ്റ് നമ്മുടെ കപ്പലണ്ടിയും കൂടെ വെച്ചാൽ ടേസ്റ്റ് അല്ലേന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ കുറച്ച് കപ്പലണ്ടി മാത്രം അല്ലാതെ വറുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ മിക്സർ നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലാസ്റ്റിക് പാത്രത്തിൽ, ഇത് 5 കിലോയുടെ പാത്രം കേട്ടോ, 1 കിലോയോളം ഉണ്ടായിരുന്നു, അതാണ് കുറച്ചായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മിക്സറും റെഡിയായി. കപ്പലണ്ടി അടുത്ത സെറ്റ് മൂത്തത്. സിമ്പിളായിട്ട് വെറും കപ്പലണ്ടി ഇങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തോരം സാധനങ്ങളാണ് വാങ്ങിച്ചിരുന്നത്, കുറച്ച് എണ്ണ മുന്നിലാണെന്നേ ഉള്ളൂ. നമ്മൾക്ക് വീട്ടിൽ പിള്ളേർക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഏതെങ്കിലും എണ്ണ നമ്മൾ ചേർത്തിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. കപ്പലണ്ടിയും റെഡി.
ഇനി നമുക്കൊന്ന് ട്രെഡ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മുടെ പറമ്പ് ടൂറും കൂടെ ഒന്ന് കാണിച്ചു തരാം. പറമ്പ് ടൂറെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ശരിക്കും ഒരു കമൻറ്റ് വന്ന കേട്ടോ, പറമ്പ് ടൂർ ഒന്ന് കാണിക്കുമോ ചേച്ചിന്ന്. അതെൻ്റെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുപാടും ഞാൻ കൂടെ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഗണപതിനെ തന്നെ ആദ്യം കാണിച്ചു തരാം. നമ്മുടെ മെയിൻ ഗ്രൗണ്ടിൽ വിസർജനമുള്ള ഗണപതിനെ സ്റ്റേജൊക്കെ കെട്ടി വെച്ചേക്കുക. നമ്മളങ്ങോട്ട് പോവുക, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ റൗണ്ട് വഴിയാണ്, അതിനപ്പുറത്തോട്ടാണ് നമ്മുടെ ശർമാജിയുടെ കടയും നമ്മുടെ ബ്യൂട്ടി പാർലറും, ജെൻസിൻ്റെയും ലേഡീസിൻ്റെ സെപ്പറേറ്റ് നമ്മുടെ ഈ എന്താ പറയുക, ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹരിയാന ഗ്രാമത്തിലെ ലക്ഷറി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മരങ്ങളുടെ ഇടയിലൂടെ. വെയിലേ ഇല്ല കേട്ടോ ഇന്ന്. മഴക്കാറാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റാണ്, പക്ഷെ മഴ എപ്പോഴും ഇവിടെ ഉണ്ട്. ഇന്നെന്തായാലും മഴയില്ല. അപ്പോൾ ഇത് ഔട്ട്ഡോർ ജിമ്മാണ് നമ്മുടെ. അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ലോണൊക്കെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ മഴയായിട്ട് പെട്ടെന്ന് പുല്ലും കിളിക്കുവേ. നമ്മുടെ ഗണപതിയുടെ അടുത്തോട്ട് വന്നു കണ്ടോ. പൂജയും കാര്യങ്ങളൊക്കെ രാവിലത്തെ കഴിഞ്ഞു. ഇവിടെ ആരതി എന്നായിരുന്നു പറയുന്നത് കേട്ടോ. രാവിലത്തെ പൂജയും വൈകുന്നേരത്തെ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാവിലത്തെ കഴിഞ്ഞു. നമ്മളൊരു 11 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മുടെ വിസർജന് വെച്ചിരുന്ന ബപ്പ, ഇവർ ബപ്പയെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതേ മ്യൂസിക് സിസ്റ്റവും ലൈറ്റും കാര്യങ്ങളും. രാത്രി നല്ല വെളിച്ചമാണ്. പിന്നെ ഇവരുടെ പൂജാ സാധനങ്ങൾ ഇവിടെ ഓരോരുത്തരും പൂജയ്ക്ക് സ്പോൺസർ ചെയ്താണ് ഇവർ ചെയ്യുന്നത്. രാത്രിയിലും പ്രസാദമുണ്ട്, അതായത് ഡിന്നർ പോലെ തന്നെ കൊടുക്കും. പൂരി, അതേപോലെ തന്നെ എന്താ പറയുക, പുലാവ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ വീട്ടുകാരും സ്പോൺസർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഇവിടെ ടൗൺഷിപ്പിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ, അവിടെ നിന്നാണ് ഇവർ ബൾക്ക് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും വന്ന് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബപ്പേനെ വെച്ചേക്കുന്ന നമ്മുടെ മെയിൻ ഗ്രൗണ്ടിലുള്ള. അപ്പോൾ ക്രിക്കറ്റൊക്കെ എന്തോ വരാൻ പോകുന്നു തോന്നുന്നു, അതാണ് അവിടെ ക്ലീനിങ് ഒക്കെ. കാരണം ഇവിടെ ക്രിക്കറ്റിൻ്റെ സീസണും IPL എന്നൊക്കെ പറഞ്ഞ് ഇവിടെയും ഉണ്ട്. നമ്മുടെ ഇവിടെ കൊന്നപ്പൂവിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഓണക്കാലത്ത് ഇവിടെ കൊന്ന ശരിക്കും കിട്ടും. ആദ്യം ഞാൻ ശർമാജിയുടെ കടയിലോട്ടൊന്ന് കയറാൻ വേണ്ടി വന്നതല്ല, നമ്മുടെ പാർലറിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ശർമാജിയുടെ കടയും. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വേണ്ടത് ഞാൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിലോട്ട് കൊടുത്ത് വിട്ടേരെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ പാർലറിലോട്ട് പോകുന്നത്. അപ്പോൾ അതേ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് മഴയായിട്ടുണ്ടാകും തോന്നുന്നു, എല്ലാത്തിലും ഇങ്ങനെ മുള ഞാൻ കൊടുത്തു വിടാൻ പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ ഇവരിങ്ങനെ ഇച്ചിരി മുള ഇങ്ങനെ വരുന്ന പോലത്തെ. അത് ശരിക്കും നല്ലതല്ലെന്നാണ് പറയുന്നത്, പക്ഷേ എല്ലാത്തിനും ഇങ്ങനത്തെ ആയിപ്പോൾ വരുന്നതെന്ന് തോന്നി. ഈ മഴയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ പാർലറിലേക്ക് കയറുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ജെൻസിൻ്റെ മുടി വെട്ടുന്ന അവരുടെ ബാർബർ ഷോപ്പും അല്ലെങ്കിൽ അവരുടെ ജെൻസ് പാർലറും ഉണ്ട്. അപ്പം നമ്മുടെ ഗ്രാമത്തിലെ ലക്ഷറി ബ്യൂട്ടി പാർലറാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ പരിസരത്തൊന്നും ഇങ്ങനെ ഒരെണ്ണം ഇല്ല. ഇവിടെ ഈ ഗവൺമെൻറ് തന്നെ ഇവരെ തയ്യലും ബ്യൂട്ടീഷ്യനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ വീട്ടിൽ നമുക്ക് വന്ന് ചെയ്തു തരും. നമുക്ക് നേരത്തെ അങ്ങനെയായിരുന്നു, ഞാൻ വീട്ടിൽ വിളിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ട് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ നമ്മുടെ കമ്പനി തന്നെ പാർലർ സെറ്റപ്പൊക്കെ കമ്പനി തന്നെ ഇട്ട് കൊടുത്തത്. ഫേഷ്യലിനൊക്കെ അപ്പുറത്തോട്ട് മാറിയൊരു റൂമുണ്ട് കേട്ടോ, അവിടെ ആളുണ്ട്, അതാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ അവർക്ക് എന്തോ റെൻറ്റ് അങ്ങോട്ട് ചെറുതായിട്ട് കൊടുത്തിട്ട് അവർക്ക് ചെയ്യാം. ഇവർ നന്നായിട്ട് ഒരുവിധം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. ഒന്നുമില്ല, എനിക്ക് വേറൊന്നും ചെയ്യത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ത്രെഡിങ് മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ കാണാൻ എനിക്കിഷ്ടം. ഞാൻ ഒരുപാട് അങ്ങനെ ഓർണമെൻറ്റ്സ് അങ്ങനെ ഇങ്ങനെ വലിയ ഇങ്ങനെ ഇമിറ്റേഷൻ സാധനങ്ങളൊന്നും അങ്ങനെ ഇടാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഇതിലൊന്നും വലിയ ക്രേസ് ഇല്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങും കേട്ടോ. പെണ്ണുങ്ങളല്ലേ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി ഞാൻ വാങ്ങാറുണ്ട്. ഇവിടെ ഫ്രഷ് ആയിട്ട് പുതിയ സ്റ്റോക്കുകൾ വരും. കാരണം ഓരോ വിശേഷങ്ങൾക്ക് ഇവിടെ നല്ല മൂവ്മെൻറ്റാണ്. കാരണം ആകെ ഒരെണ്ണേ ഉള്ളൂ ചുറ്റും, നമുക്ക് വേറെ ഒന്നും ഇങ്ങനത്തെ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദാദ്രി എന്ന് പറഞ്ഞാൽ വേറൊരു ടൗണിൽ പോകണം, അവിടെയൊക്കെ പോയി വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ. പിന്നെ ഇവർ പുതിയ സാധനങ്ങളാണ്, നമ്മൾ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സാധനം വാങ്ങിച്ചു കൊടുത്താൽ അവർ ചെയ്തും തരും. ഫേഷ്യലോ എന്തെങ്കിലും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ വരാറില്ല, ഞാൻ ജസ്റ്റ് ത്രെഡ് ചെയ്ത് പോകാറേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടോ ഇമിറ്റേഷൻ, ഈ വളകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. എന്തായാലും ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുട കൈ കരുതിയിരുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയായിപ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ഷെയ്ഡ് വഴിയും നമ്മുടെ കൊന്നപ്പൂക്കളുടെ ഷെയ്ഡ് വഴിയും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള പറമ്പ്. നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്നുണ്ട്, ഇതൊന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോൾ വിചാരിച്ച് എന്തായാലും കാണിക്കാം. അപ്പോൾ കുഞ്ഞു പൂക്കളൊക്കെ ഉള്ളൂ. ഓണക്കാലം ആണെങ്കിലും നമ്മുടെ ഈ ചെടിയുടെ പിട്ടൂണിയ എന്നല്ല ഇതിൻ്റെ പൂക്കളുടെ പേരെന്ന് ഞാൻ നേരത്തെ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു എനിക്ക്. അപ്പോൾ ആ പൂക്കളും പിന്നെ റോസപ്പൂ ഒക്കെ കരിഞ്ഞ് നിൽക്കുക കേട്ടോ. എനിക്കൊന്നും മഴയൊക്കെ പെയ്ത് ഇനി പുതിയതായിട്ട് ബഡ് ചെയ്ത് വരണമെന്ന്. ഒന്നുമില്ലാതെ നമ്മുടെ ടൗൺഷിപ്പിലോട്ട് നമ്മളെത്തി, നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തെച്ചി പോലത്തെ ഒരു ചെടിയാണിത്. അത് നിറച്ച് ചിത്രശലഭം കേട്ടോ. കുറച്ച് കറയുണ്ട്. പിന്നെന്താ, അപ്പുറത്തോട്ടൊരു ചുമന്ന ചെമ്പരത്തി നിൽപ്പുണ്ട്, കറിവേപ്പ് നിൽപ്പുണ്ട്, ആലോവേര ഉണ്ട്. ഇതൊക്കെയുള്ളൂ നമ്മുടെ മുറ്റത്തുള്ളത്. പക്ഷേ ഈ പൂക്കൾ ശരിക്കുണ്ട്. നമ്മുടെ ആ കിളിയുടെ കൂടിൻ്റെ ജനലിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പൂക്കളായത് കേട്ടോ.
പിന്നെ നമ്മുടെ ദീദിയും കുറേ പൂക്കളൊക്കെ, ദീദി ഇവിടെ ഇല്ല, അവർ ഒരു മാലീനെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്, അതവർ നോക്കും. പിന്നെ നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് അതേ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വരുന്നതിന് മുന്നേ നമ്മുടെ ശർമ്മയുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ പൊട്ടിച്ചിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടത് അപ്പോഴേ വെച്ചില്ലേ പിന്നെ കേടാവത്തില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അതിൻ്റെ പിയായിട്ട് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.